അപ്പോൾ ഇതാണ് ഗൈസ് ഒന്നാമത്തെ മൈക്ക് എന്ന് പറയുന്നത്. ഗൈസ് ഇത് ഒരു മാഗ്നറ്റ് ആണ് ഗൈസ്. ഉണ്ടോ, നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നത് നമ്മളെ ഈ മൈക്കിൻ്റെ സൗണ്ടാണ്. നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് സംസാരിക്കാം ഗൈസ്. ഇപ്പോൾ നമുക്കിവിടെ 95 ഉള്ളു ഗൈസ്. ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു മൈക്കിൻ്റെ റിവ്യൂ ആയിട്ടാണ് ഗൈസ് വന്നേക്കുന്നത്. അപ്പോൾ ഒരു വിപ്പ് പ്ലാറ്റിന എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു വയർലെസ് മൈക്കാണ് ഗൈസ്. അപ്പം കോണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ് ഈ സാധനം, മൈക്ക്. അപ്പം നമുക്ക് എന്തായാലും ഇതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് പോകാം. അപ്പം ഇതാണ് ഗൈസ് നമ്മളുടെ മൈക്ക് എന്ന് പറയുന്നത്. ഇതൊരു വയർലെസ് മൈക്കാണ്. ഇതിലൊരു മാഗ്നറ്റിക് ക്ലിപ്പ്, അതുപോലെ തന്നെ ഇതിൽ 7 മണിക്കൂർ പ്ലേ ബാക്ക് ടൈം ഉണ്ടെന്നൊക്കെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. നമുക്ക് എന്തായാലും യൂസ് ചെയ്തിട്ട് പറയാം ഗൈസ്. പിന്നെ ടൈപ്പ് സി ആണ്, ലൈറ്റ്നിങ് അല്ല, ടൈപ്പ് സി ആണ്. അപ്പോൾ iPhone 15 മേലോട്ടുള്ള ഫോണിലൊക്കെ നമുക്ക് ഇത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് മൈക്കാണ്, ഏകദേശം ഒരു 4000-3000 ആ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് വരുന്നൊരു മൈക്കാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അൺബോക്സിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ മൈക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ് ഇതൊരു വയർലെസ് മൈക്കാണ്, അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ ഇതിന്ന് വരുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത് പൊട്ടിക്കുമ്പം ഇത്രയും കാര്യങ്ങളാണ് വരുന്ന. പിന്നെ നമുക്ക് ഇതൊന്നൊരു ചാർജറുണ്ട്, ചാർജസ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഓക്കെ, ഒരു ടൈപ്പ് സി ചാർജറാണ് കേട്ടോ ഗൈസ്. ഓക്കെ, പിന്നെ നമുക്കിവിടെ ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട്, വയർലെസ് മൈക്കിൻ്റെ യൂസർ മാനുവൽ. ഓക്കെ, മാറ്റി വയ്ക്കാം. പിന്നെ നമുക്കിവിടെ 2 ക്ലിപ്പ് വരുന്നുണ്ട്, നമുക്ക് ക്യാപ്പിലൊക്കെ വയ്ക്കാവുന്ന രീതിയിലുള്ള 2 ക്ലിപ്പ് വരുന്നുണ്ട് ഗൈസ്, ഒന്നിതും. പിന്നെ നമുക്കിവിടെ ഒരു ചെറിയൊരു മാഗ്നറ്റിൻ്റെ ഇതുണ്ട് ഗൈസ്. നമുക്ക് ഈ സാധനം ഇവിടെ വെച്ചിട്ട് നമുക്ക് ക്യാപ്പിലൊക്കെ ഫിറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ അവസാനമായിട്ടുള്ളത്. ഇതാണ് നമ്മളുടെ മൈക്ക് എന്ന് പറയുന്നത്. അപ്പം മൈക്ക് ജസ്റ്റ് നമുക്കൊന്ന് എടുക്കാം. അപ്പോൾ ജസ്റ്റ് മൈക്ക് നമുക്കൊന്ന് ജസ്റ്റ് പൊട്ടിക്കാം. ഓക്കെ, ഇതാണ് ഗൈസ് നമ്മുടെ മൈക്ക്. അപ്പോൾ മൈക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇതിൻ്റെ ചാർജിങ് ഇൻഡിക്കേറ്റർ, കാര്യം നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിൻ്റെ ചാർജിങ് കാര്യങ്ങളൊക്കെ അറിയാം, എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ഒരു ഇത് വെച്ചേക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിത് ഇതുപോലെ 2 മൈക്കും ഇതൊരു റിസീവറുമാണ് ഗൈസ്. അപ്പം നമുക്ക് ബ്ലൂടൂത്ത് വേണ്ട, അങ്ങനെ വൈഫൈ അങ്ങനത്തെ ഒന്നും വേണ്ട ഗൈസ്. നമുക്ക് വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാം. ഈ ഒരു റിസീവർ ഉപയോഗിച്ചാണ് ഇത് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ബാക്കി 2 മൈക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇതാണ് ഗൈസ് ഒന്നാമത്തെ മൈക്ക് എന്ന് പറയുന്നത്. ഓക്കെ ഗൈസ്, രണ്ടാമത്തെ മൈക്കും അതുപോലെ തന്നെയാണ് ഗൈസ്. പിന്നെ ഈ ഒരു മൈക്കിൻ്റെതായി ഇതാണ് നമ്മുടെ ഓൺ ഓഫ് സ്വിച്ച്, നോയ്സ് ക്യാൻസലേഷൻ, അങ്ങനെയൊക്കെ വരുന്ന സംഭവങ്ങൾ. ഓക്കെ, ജസ്റ്റ് നമുക്ക് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ് മൈക്ക് കണക്ട് ചെയ്യാനായിട്ട് ആദ്യമേ തന്നെ ഈ കാണുന്ന മഞ്ഞ കളർ സ്വിച്ചിൽ ഒരു 2 സെക്കൻഡ് നമ്മൾ നെക്കി പിടിക്കുക. അപ്പോൾ ഒരു ബ്ലൂ കളർ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കത്താൻ തുടങ്ങും. അതിനുശേഷം നമ്മൾ ഫോൺ എടുക്കുക. ഫോൺ എടുത്തതിന് ശേഷം നമ്മളുടെ ആ ഒരു റിസീവർ നമുക്ക് ഫോണിലോട്ട് കുത്തി കൊടുക്കാം. അപ്പോൾ ആ ഒരു ബ്ലൂ ലൈറ്റ് അവിടെ നിൽക്കും, ബ്ലൂ ലൈറ്റ് ബ്ലിങ്കിങ് അവിടെ നിൽക്കും ഗൈസ്. അപ്പം നമുക്കിവിടെ രണ്ടാമത്തെ മൈക്ക് ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ മൈക്ക് സക്സസ്ഫുള്ളി നമുക്ക് കണക്റ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ നോയ്സ് ക്യാൻസലേഷനാണ് ആവശ്യമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ റെഡ് കളർ കത്തും. അപ്പോൾ നമ്മുടെ നോയ്സ് ക്യാൻസലേഷൻ ആയിട്ടുണ്ട്. ഇപ്പോൾ റെഡ് കളർ കത്തിക്കഴിഞ്ഞാൽ അവിടെ നോയ്സ് ക്യാൻസലേഷൻ ആണ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളുടെ മൈക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു മൈക്ക് ജസ്റ്റ് ഇവിടെ ഗൈസ് ഇത് ഒരു മാഗ്നറ്റ് ആണ് ഗൈസ്. ഉണ്ടോ, ഇത് നമുക്ക് ഇങ്ങനെ ഉടുപ്പിൽ വെച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഒന്ന് കാണിച്ചു തരാം ഗൈസ്. ഓക്കെ, നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് സംസാരിക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇപ്പം ഞാൻ മൈക്ക് കുത്തിയിട്ടില്ല. അപ്പം മൈക്ക് കുത്താതുള്ള സൗണ്ടാണ് നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്ന, അല്ലാതുള്ള സൗണ്ട് ഫോണിലെ സൗണ്ടാണ്. ഇനി മൈക്ക് കുത്തിയിട്ട് മൈക്കിൻ്റെ സൗണ്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ക്ലാരിറ്റി ഉണ്ടോ, നോയ്സ് ക്യാൻസലേഷൻ എങ്ങനെയുണ്ടോ എന്നൊക്കെ നോക്കാം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ റിസീവർ ഫോണിൽ കുത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു മൈക്കിൻ്റെ ഒരു ക്ലാരിറ്റി എങ്ങനെ നോക്കാം. ഞാനിപ്പം ജസ്റ്റ് നേരത്തെ കുത്തിയിട്ട് നേരത്തെ ഇതിൽ വെച്ചായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഊരിയതാണ്. നമുക്ക് ജസ്റ്റ് വെച്ച് നോക്കാം. ഗൈസ് ഇപ്പം ഞാൻ മൈക്ക് കുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നത് നമ്മളെ ഈ മൈക്കിൻ്റെ സൗണ്ടാണ് ഗൈസ്. അപ്പം എങ്ങനെയുണ്ട് ക്വാളിറ്റി നിങ്ങൾ പറയാം. ഓക്കെ, ഇപ്പം ഞാൻ ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം റെഡ് കളർ എത്തും. അപ്പം നോയ്സ് ക്യാൻസലേഷൻ ആവും. നോക്കിക്കോ, ഇപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ആയിട്ടുണ്ട്. ഇപ്പം എൻ്റെ സൗണ്ട് അത്ര കേൾക്കുന്നുള്ളതായിരിക്കും. ഞാനിവിടെ റൂമിൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ റൂമിൽ ഫാൻ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഫാനിൻ്റെ സൗണ്ട് ആയിരിക്കും നിങ്ങളിപ്പോൾ കേൾക്കുന്ന. ഇനി ഞാൻ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ഇപ്പം നോയ്സ് ക്യാൻസലേഷൻ ആയിട്ടുണ്ട്. അപ്പം ഫാനിൻ്റെ സൗണ്ട് വളരെ കേൾക്കുന്നില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പോൾ സൗണ്ട് എങ്ങനെയാണെന്ന് നിങ്ങൾ കാണാം. അപ്പം വീഡിയോസ് കണ്ടിട്ട് പറയാം. ഇപ്പോൾ നമുക്കിവിടെ 95 ഉള്ളു ഗൈസ്.
അപ്പോൾ ലെഫ്റ്റ് റൈറ്റ് രണ്ട് മൈക്ക് ഏതാണെന്നൊക്കെ അറിയാൻ പറ്റും കണ്ടോ. ലെഫ്റ്റ് മൈക്കിൻ്റെയും നമുക്ക് ചാർജ് എത്ര ഉണ്ട്, റൈറ്റ് മൈക്കിൻ്റെ ചാർജ് എത്ര ഉണ്ടെന്നും കാണിക്കും. അപ്പം എന്തായാലും 95% ചാർജ് ഇല്ല. ഇപ്പം നമുക്ക് എന്തായാലും ചാർജിന് വയ്ക്കാം. അപ്പം ഇതിൽ തന്നെ അവർ കൊടുത്തിട്ടുള്ള സാധനം എന്ന് വെച്ചാൽ ഒരു റിസീവർ ഉണ്ട്, അതുപോലെ 2 മൈക്കും ഉണ്ട്. നമുക്ക് ഈ ഒരു സാധനം ഒരുമിച്ച് ചാർജ് ചെയ്യുന്ന സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ 2 മൈക്കും അതുപോലെ തന്നെ ഈ റിസീവർ ചാർജ് ചെയ്യുന്ന സംവിധാനം കൊടുത്തിട്ടുണ്ട്. അവിടെ സ്ലോട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഒരു സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് മാത്രമല്ല ഗൈസ്, ഇവർ ഓരോന്നിലും ഇതുപോലെ ഒരു സ്ലോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൈക്കിലും 2 മൈക്കിലും ഉണ്ട് ഇതുപോലെ. ഇപ്പം എനിക്കറിയത്തില്ല, ഓരോന്നായിട്ട് ചാർജ് ചെയ്യാനായിരിക്കും. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ മൈക്കിൻ്റെ റിവ്യൂ ഒക്കെ ഉണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വീഡിയോ എങ്ങനെ ഉണ്ടെന്നും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.